ഇടക്കിടക്ക് പേടിണ്ടോ അങ്ങനെ പണിക്ക് കുറഞ്ഞിട്ട് ഇന്നലത്തെ രാത്രി ക്രാഫ്റ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കുറേ കാലങ്ങളായി. ഷെഫ്കുട്ടനെ ആശുപത്രിയിൽ പ്രസവിച്ച സമയത്തൊക്കെ ആയിരിക്കും അഡ്മിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഞാൻ അഡ്മിറ്റ് ആയിട്ട്. അപ്പോൾ ഇന്നലെ ഡെലിവറി ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ശരിക്കും അങ്ങനെ വെറുതെ വരികയാണെന്നെങ്കിൽ വ്ളോഗ് എടുക്കൂലായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ കണ്ടു. അപ്പോൾ അവരൊക്കെ ഇനി എന്തായിന്നാവോ പ്രസവിച്ചു അങ്ങനെയൊക്കെ ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നും വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ അവർ വന്ന് റിസൾട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ നോർമലാണ് കേട്ടോ. അപ്പോൾ ഷുഗറും പ്രഷറൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും കൂടും എന്നൊക്കെ ഇങ്ങനെ പറയണേക്കാം. പക്ഷേ അതൊക്കെ നോർമലാണ്. അൽഹംദുലില്ലാ. കുട്ടിക്ക് അനക്കല്ലാഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റുമ്പോഴൊക്കെ ചെയ്തപ്പോൾ പിന്നെ കുട്ടി ഇങ്ങനെ അനങ്ങിട്ടോ. പിന്നെ കുട്ടിക്കിങ്ങനെ വളർച്ചയൊക്കെ ആയി വരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് അനങ്ങാത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ കീറാണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കീറി നോക്കുമ്പോൾ കീറി ഞാൻ മലങ്ങിയെന്ന് പറയാം. അതായത് കീറുന്നതിനനുസരിച്ച് കീറാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുട്ടി നല്ല അനങ്ങനുണ്ട്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല അനങ്ങനുണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് പോകും. ശരിക്കും നമുക്ക് 4 ആഴ്ച കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഡോക്ടർ ചെക്കപ്പിന് വന്നാലേ പറയുള്ളൂ ഡിസ്ചാർജ് ആവുമോ എന്താണെന്നൊക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലാകുമ്പോൾ കഞ്ഞിയൊക്കെ അല്ലേ അല്ലേ സ്റ്റൈല് കഞ്ഞി നിർബന്ധം. പിന്നെ നമ്മൾ തൂക്കാത്രൊക്കെ മേടിച്ചതല്ലേ. അപ്പോൾ അതിൽ കഞ്ഞിയൊക്കെ എടുത്തിട്ടുണ്ട്. ചെറുകഞ്ഞി കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചില്ല. പ്രഷറും തോന്നുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഇന്നിപ്പോൾ പുതിയ പാവുന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ട് അവിടെ മുടി പോകുന്നതല്ലേ. അപ്പം അതിന് നിരാശയിലാണ്. നിരാശ എന്ന് പറയാൻ പറ്റില്ല. സംഗതി അങ്ങനെയൊക്കെ പ്രതീക്ഷയിലല്ലേ വന്നത്. നല്ല ക്യാരറ്റ് ഉപ്പേരിയും നാരങ്ങച്ചാറൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിലെത്തിയാൽ പിന്നെ ഹോസ്പിറ്റൽ വൈബാണ്. പിന്നെ ക്യാൻറ്റീനത്തെ ഫുഡും ഇതൊക്കെ കഴിക്കും. അല്ലെങ്കിൽ ഭയങ്കര സിറ്റും വെറുതൊക്കെ നല്ല വൃത്തിയുള്ള ക്യാൻറ്റീനാണെന്ന് പറഞ്ഞു. വലിയ കിച്ചണൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ചങ്കിൽ ഇങ്ങനെ കഫക്കെട്ട് പോലെ ഉണ്ട്. അപ്പം ഇനി ഫ്രൂട്ട്സ് ഒന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കിമ്മിയൊക്കെ മെച്ചൊക്കെ പറഞ്ഞു. എന്താ വെച്ചാലേ അഥവാ ഇനി ഓപ്പറേഷൻ ആണെങ്കിൽ ചുമയൊക്കെ ആവൂലേ പറഞ്ഞിട്ട് ഇനി കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കയ്യോടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ടേ. അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഉമ്മച്ചി കുഴങ്ങും. വിളിക്കാനും പറ്റൂല. നല്ല മുറുക്കി വേദന വരാണ്ട് കൂടിക്കൂടി വരാണ്ടാണെങ്കിൽ വെള്ളം പോവാം, ജില്ലിങ് ആവാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് വേദന മുറുക്കി വരാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നു. അതേപോലെ അനക്കവും ശ്രദ്ധിച്ചു. പൂച്ചക്കുട്ടിയുള്ള കാരണം ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കേടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മൾ സ്കാനിൽ സാധാരണ അതുണ്ടെങ്കിൽ സ്കാനിൽ ഭാഗമൊക്കെ ഓരോന്ന് കാണിക്കണം. ബ്രെയിനിൽ കാൽസിഫിക്കേഷൻ അങ്ങനെ നമ്മൾ സാധാരണ ഫീറ്റൽ സൈസ് സ്കാൻ ചെയ്തല്ലോ. അപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥനയും കുറേ പ്രാർത്ഥനയൊക്കെ ഉള്ള കാര്യമായിരിക്കില്ലേ. ഒക്കെ നോർമലും ഇല്ലാതൊക്കെ പ്രഷറും ഒക്കെ നോർമലാണ്. എല്ലാവരും പ്രാർത്ഥന ചെയ്യും വേണം. ഹലോ, എല്ലാവരും നോർമലാണ്. ഇപ്പോൾ ഡിസ്ചാർജ് ആവും. ഞങ്ങളപ്പോൾ ഉച്ചക്ക് മുമ്പായിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ. ഞങ്ങൾ ചോറ് മുട്ടാനൊക്കെ വെച്ചോട്ടോ. ഈ മത്തി വരട്ടിയതും മത്തി പൊരിച്ചതും
അയണും കാൽസ്യം തൈറോയിഡാണോ അത് 10 ഡേയ്സിനുണ്ടല്ലോ അല്ലേ? അതിനൊന്നും വാങ്ങാനില്ല. നിങ്ങൾക്ക് ഉള്ള സമ്മറി ഒന്നും ചെയ്യാനില്ല. ഹസ്ബൻഡ് വന്നാൽ ഉടനെ തന്നെ പൊയ്ക്കോളൂ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ? ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെ എടുത്തു. ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഉച്ചൻ്റെ മുമ്പ് തന്നെ ഇവിടുന്ന് പോവുകയാണ്. ഡോക്ടർ വന്നു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു, അല്ലാതെ നോർമലാണ്. അപ്പോൾ എല്ലാവരും നീ എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആയെന്നൊക്കെ ചോദിക്കൂലേ, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടത്. അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ചെക്കപ്പിന്. ആ ചെക്കപ്പിന് വരുമ്പോൾ ഇനി എന്താവുമെന്ന് നോക്കാം ഇൻഷാ അല്ലാ. സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പുള്ളി കഴിഞ്ഞോ? സത്യമായി അടുത്ത വന്ന് നിൽക്കുക അറിയില്ല. പോവാണല്ലേ? സങ്കടം കിട്ടും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുട്ടീനെ പിടിച്ചിട്ടൊക്കെ പോവാൻ ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകാൻ കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല, ആളില്ലെങ്കിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകും ഇൻഷാ അല്ലാ. ശരിക്കും പറഞ്ഞാൽ പ്രസവത്തിൻ്റെ മുന്നേ ഒന്ന് അഡ്മിറ്റ് ആയത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടോ. കാരണം ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലും അവിടുത്തെ സിസ്റ്റർമാരും അവിടുത്തെ അന്തരീക്ഷവും ലേബർ റൂമും അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഒരു ഹോസ്പിറ്റലായിട്ടൊരു അടുപ്പം തോന്നിയിട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നും, നമുക്ക് കംഫർട്ടായിട്ടും തോന്നും. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടോ. അവിടെ സിസ്റ്റർമാരും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്കൊരു പേടിയും ഇടുക്കവും ഒന്നും തോന്നൂല കേട്ടോ. പിന്നെ മെയിനായിട്ട് പ്രസവത്തിനായിട്ടുള്ള ഹോസ്പിറ്റലാണല്ലോ, അതുകൊണ്ട് തന്നെ വേറെയുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടോ എനിക്ക്. പിന്നെ ഹോസ്പിറ്റലും ലേബർ റൂമും സിസ്റ്റർമാരും ഒക്കെ അടുത്തറിഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സമാധാനത്തോട് കൂടിയിട്ട് പ്രസവിക്കാൻ വരാം ഇൻഷാ അല്ലാ. ബുബുനോട് ഞങ്ങൾ ബേബിനെ കൊണ്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞു പോയി. ബുബുനെ പറ്റിച്ചു അല്ലേ? എൻ്റെ അമ്മൻ്റെ വയറ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അമ്മച്ചി ഉണ്ട് ഇവിടെ. ഇന്ന് കറി സ്പെഷ്യൽ മീൻ കറി വെച്ചത്. നമുക്ക് ചിക്കൻ കറി പറ്റൂലോ, അപ്പോൾ അത് കാരണം ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. മീൻ കറി, നല്ല മീൻ, ഷാപ്പിലെ കറി, മീൻ പൊരിച്ചത്, കേത്ര. ഷാപ്പിലെ കറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഷാപ്പിൽ പോയി കറി കൂട്ടല. ഷാപ്പിലെ കറി അതൊരു പേരാണത്. ഇക്കാക്ക് ഭയങ്കര സങ്കടം, നല്ല സങ്കടം. കണ്ണിൽ വെള്ളമൊക്കെ നിറച്ച് പോയത് ബേബിനെ കൊണ്ടുവരാനൊക്കെ ബേബി ഇല്ലാതെ വന്നപ്പോൾ അതിലേറെ സങ്കടം. ശരിയാവും അടുത്ത പോക്ക് അങ്ങനെ ആവട്ടെ. ബൂബിന് അതിലേറെ സങ്കടം. ഓ ബേബി ഒന്നുമില്ല, എന്തിനാ വന്നു ഭയ്യ നോക്കിയോ? നിങ്ങൾ നല്ല നോക്കിയോ ഭയ്യ? കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ഭയ്യ കളിപ്പിക്കാൻ കൊണ്ടോ നിങ്ങള്? ചോറ് തീമട്ടോ, മീൻ മസാല, പച്ചമസാല, പച്ച മസാലകൾ ഇട്ടു. എന്തൊക്കെ കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഞാൻ മേലൊക്കെ കഴുകി മാക്സിയൊക്കെ മാറ്റി ഒരു നന്നായി സർബത്ത് ഉണ്ടാക്കിയിട്ടെ. റെസ്റ്റ് എടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല മീൻകറി ചോറും ഒക്കെ ഉണ്ടാക്കിയില്ലക്ക. ഞങ്ങൾ ചോറ് വയ്ക്കാൻ പറ്റിട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക. പോവാനല്ലേ? വേദന തുടങ്ങി പറഞ്ഞാടാ വരിക. ഈ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. മെച്ച് വരിക. നല്ല വേദന വരികയാണെങ്കിൽ പറയാ. അപ്പൊ ഞാൻ മെച്ചിനോട് അപ്പൊ സൈറണൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാപ്പ് ഓടി വരണം പറഞ്ഞിക്ക. എല്ലാരും പറയും മെച്ചിക്ക് അവിടെ നിന്നൂടെ അങ്ങനെയൊക്കെ പറയാലോ, ഇമ്മാനെ നിർത്തിക്കൂടെ. അവിടെ വാപ്പ ഒറ്റക്കാണ്, ഇവിടെ പിന്നെ ഉണ്ടല്ലോ. എന്തിനും പോന്നാ ഞാനും ആസിയനോട് ആരോ ചോദിച്ചു ഇത്രയും ഓളമ്മക്ക് അവിടെ നിന്നൂടെയാണ്.
അപ്പൊ അതിന് ഉമ്മനേക്കാൾ നോക്കണ സെക്യൂർ ഉണ്ടോ അവിടെ അവിടെ ആ പിന്നെന്താ പിന്നെന്തിനാണ് വേരെടുത്ത സെക്യൂർ പിന്നെന്തിനാ പേരെടുത്തിട്ടുണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പോവുകയാണ്. ഇന്നലെ ആശുപത്രിയിൽ വന്നു കിട്ടും. ഇന്നലെ ആശുപത്രിയിൽ വന്നിട്ട് പിന്നെ അങ്ങനെ വൈകുന്നേരമായി. അടുത്ത ദിവസമാണ് കേട്ടോ ഒന്ന് നമ്മൾ ഇന്നലെ ചാടിക്കുമ്പോൾ തന്നെയാണ് വീഡിയോ ഞാൻ നിർത്തി വെച്ചത്. ആശുപത്രി പേഴ്സ് പിടിച്ചത്. അപ്പൊ അവൾക്ക് ചെറുതായത്രേ അങ്ങനത്തെ ബാഗ് അതിന്റെ കുട്ടിയായിരുന്നു. അല്ല അതിന്റെ കുട്ടിയല്ല. അപ്പൊ ഓള് ബാഗ് മേടിച്ചപ്പോ കുറച്ച് ചെറുതായി കുട്ടാമ്മച്ചി പോവാണ് കേട്ടാ. ഞാൻ ഫോട്ടോ അങ്ങനെ എനിക്ക് വീണ്ടും എൻ്റെ അമ്മ പോയി ടെൻഷനാ. ഇപ്പൊ അതിന്റെ ടെൻഷൻ അങ്ങനെയൊന്നല്ല. ഇപ്പൊ എനിക്ക് മൊത്തത്തില് എപ്പോഴാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ളൊരു അങ്കലാപ്പാണല്ലേ. ഒക്കെ ശരിയാവും എന്തായാലും. ഇനിയിപ്പോ ഒരു മാസമല്ല, ഇനി 27 ദിവസമല്ലേ ഉള്ളൂ. കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ മുമ്പ് എന്തായാലും ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇടക്കിടക്ക് ചോദിക്കുന്നോട് എനിക്ക് പേടിയുണ്ടോ ഇക്കാക്ക് ഇങ്ങനെ വയറൊക്കെ കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ്. ഞാൻ പറയുന്നൊക്കെ എന്നെ കുറ്റബോധം നയിക്കും. അപ്പോൾ ഇക്കാക്കൊരു ഇങ്ങനെ ചോദിക്കുന്നോടെ പേടിയുണ്ടോ എന്നൊക്കെ. ഞാൻ പറയും പേടിയില്ല. അതിന് നമുക്ക് പേടിക്കാൻ നമുക്ക് അങ്ങോട്ട് എത്തൂല. എത്ര നമുക്ക് ആ വേദനൻ്റെ ആ ഭാഗത്ത് കണ്ട് എത്തൂലല്ലോ. അപ്പോൾ ഞാൻ പറയും അങ്ങനെ നമുക്ക് ആലോചിക്കാൻ കിട്ടൂലക്ക. അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആലോചന പോകും എന്ന് പറയാം. അങ്ങനെയാണ് അത്. അല്ലാതെ നമുക്ക് മുമ്പ് പ്രസവിച്ചപ്പോൾ വേദന ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ആ വേദന നമുക്ക് ഒരു ഇത് കിട്ടൂല. പക്ഷെ എന്തായാലും എനക്ക് പേടിയില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് സമാധാനമുള്ളൂ. നേരെ മറിച്ച് എനക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായി. അതാണ് അതിന്റെ ഒരു അതാണ് ഇടക്കിടക്ക് പേടിയുണ്ടോ അങ്ങനെ സമാധാനം കിട്ടുമ്പോ ഒരു സമാധാനം കിട്ടും. അപ്പൊ ഞാൻ പറയാം ഒരു പരസ്പര സമാധാനം അങ്ങനെ. അപ്പേ ഇല്ലാന്ന് പറയും. എന്താ നമുക്ക് അങ്ങോട്ട് എത്തൂല. ആലോചിച്ചിട്ട് ആ ഒരു ഞാൻ പ്രസവിക്കണ്ടേ അങ്ങനെ ഒരു പേടി നമുക്ക് എത്തൂല. പക്ഷെ മിഞ്ഞാന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ PV ചെയ്യാം. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, PV ചെയ്യാൻ പേടിയാണ്, PV ചെയ്തു വേദനിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി PV ചെയ്യാൻ കൊണ്ടുപോകാൻ കേട്ടോ. എനിക്ക് സത്യത്തിൽ PV ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇവരിങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ PV ചെയ്യാനിപ്പോൾ അതൊക്കെ പുതിയ സാധനങ്ങൾ എന്താണ് ഈ PV എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ കൊണ്ടുപോകുമ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു PV ചെയ്യൽ എന്താണ്, അത് അകത്ത് പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പണ്ടൊക്കെ ഡോക്ടർമാർക്ക് പോയ ഡോക്ടർ നമ്മൾ ടേബിൾ കിടത്തിയിട്ട് അകത്ത് പരിശോധിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനല്ല. നമ്മൾ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് പ്രസവിക്കുന്ന ടേബിൾമ കിടന്നിട്ടാണ്. ആ സമയത്ത് ലേബർ റൂമിലേക്ക് കയറ്റി പ്രസവിക്കുന്ന ടേബിളിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഒന്ന് കാളിയത്. ചെറുതായിട്ടൊന്ന് കാളി. അല്ല ഞാൻ ഇതിമൊക്കെ കിടക്കണല്ലോ അങ്ങനെയൊക്കെ തോന്നിട്ടോ. പക്ഷെ ഇപ്പം തന്നെ ആയത്തിൽ കുറിച്ച് ചോദിട്ടോ പിന്നെ മനസ്സ് അങ്ങോട്ട് ശരിയായി. പിന്നെ നമുക്ക് കയറി കടന്നപ്പോഴത്തേനും കുഴപ്പമൊന്നും തോന്നിയില്ല. വരാൻ പോണ ഒരു സംഗതി എന്താണെന്നില്ലാണ്ട് അറിയാനുള്ള ഒരു ബേജാറും പേടിയാണത്. അതിനൊക്കെ എത്തി കിട്ടിയ കഴിഞ്ഞു ഗവൺമെന്റ് ജോലി മാതിരിയാണ്. അങ്ങനെ അതിനൊക്കെ കയറി കിടന്നതായപ്പോൾ ഡോക്ടർ അയഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പം അവിടെ 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർമാരെ മുറുക്കിയിട്ട് എന്റെ ശരീരം അയച്ചു. 2 സിസ്റ്റർമാരെ തളർത്തിയിട്ടുണ്ടാവും. ഓലെ 2 മുറുക്കി എന്നിട്ട് ശരീരം അയച്ചു കൊടുത്തു. ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തു. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, വേദനിക്കേണ്ട കാര്യമല്ല. പറഞ്ഞു വരുന്നത് അതാണ്, പേടിക്കേണ്ട ഒരു കാര്യമല്ല. PV ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയോണ്ടുള്ള ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഡോക്ടർമാർക്ക് നമ്മൾ പറഞ്ഞ പോലെ കൂളായിട്ട് നിന്ന് കൊടുത്താൽ ഒരു വേഗം പരിശോധിക്കും. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടും പേടിയായിട്ടും തോന്നിയിട്ടില്ല കേട്ടോ. പേടിൻ്റെ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ. എന്തായാലും മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഓടിയിട്ടുണ്ടാവും അവിടുന്ന്. PV വേണ്ട ഒന്നും വേണ്ടാറില്ല. അല്ല അങ്ങനെ ലേബർ റൂമും കണ്ടു. ലേബർ ബെഡിൽ കയറി കടന്നു. ലേബർ ബെഡ് തന്നെ പറയുന്നതൊന്നും അറിയില്ല. അങ്ങനെ പേടിയും ബേജാറൊന്നും ഇല്ല കേട്ടോ. വിശേഷങ്ങള്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ ആദ്യം എടുത്തു. അത് കാരണം പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ. അതുകൊണ്ട് പിന്നെയും വീഡിയോ ഇടേണ്ടിയായിരുന്നു. ഇനി അടുത്ത വീഡിയോ എന്താണെന്നൊന്നും അറിയാൻ പറ്റൂല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.